ജനാധിപത്യ രാജ്യമല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഇത് സംബന്ധിച്ച് അവർ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. മന്ത്രിമാർ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുഖ്യ പ്രതിപക്ഷം ഉൾപ്പെടെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, തങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ഇന്നുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നല്ല കാര്യം. സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും മടങ്ങട്ടെ. ഇരു ജനതയ്ക്കും അഭികാമ്യമാവുന്നത് സമാധാനമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്ത് രാജ്യത്തെ ജനങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ കാശ്മീർ വിഷയം ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രസ്താവനകൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വായിക്കുകയാണെങ്കിൽ കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടു എന്നുള്ള സൂചനകൾ ശക്തമാണ്. അതായത് അമേരിക്കയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഒരു പടി കൂടി കടന്നിട്ട് കാശ്മീർ മൂപ്പറം ഇടപെടാൻ പോവുകയാണ്. ഇപ്പോൾ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ കാശ്മീർ എനിക്ക് വിട്ടു തരണമെന്നാണെങ്കിൽ അയാൾ പറയും. ആ രൂപത്തിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിസ്സഹായാവസ്ഥയും നിസ്സംഗതയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത്. മുൻകാലങ്ങളിലൊക്കെ കാശ്മീരിനെ കുറിച്ച് ഇതുപോലെ പാശ്ചാത്യ ശക്തികൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കളും അതിശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പുകമറയുണ്ട്, സംശയങ്ങളുണ്ട്. സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം, അഭിസംബോധന ചെയ്യണം, പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണം. ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അറുതി കുറിക്കണം. നമ്മുടെ സൈനിക ദളങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകരുത്. ഇപ്പോൾ ഈ സംഘർഷത്തിൽ നാശനഷ്ടങ്ങളെക്കുറിച്ച്, നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെയൊക്കെ നടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട റാഫേൽ വിമാനങ്ങൾ 2-3 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രസ്താവന പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇസഹാക്ക് ദർ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടത്തി. ലോകത്തിലെ CNN ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ പോലും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാറുണ്ട്. എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യാതൊരുവിധ മടിയില്ലാതെ, തടസ്സമില്ലാതെ നിസ്തൂലമായിട്ടുള്ള പിന്തുണ സർക്കാരിനും സേനാവിഭാഗങ്ങൾക്കും നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ 2 സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി അസാന്നിധ്യം അത് വളരെ വലിയ രീതിയിൽ പ്രതീക്ഷ ഉയർത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കാൻ തന്നെയാണ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായിട്ട് ഡൽഹിയിൽ നടക്കുന്ന സർവകക്ഷി യോഗങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഗവൺമെൻറ് വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, ആ യോഗങ്ങളുടെയൊക്കെ ഏകദേശം ഒരു രൂപം എന്താണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. മുൻകാലങ്ങളിലൊക്കെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേരുന്ന യോഗങ്ങളിൽ പോലും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കും. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. പോട്ടെ, പക്ഷേ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക്, അതിർത്തിയിലൊരു സംഘർഷം, യുദ്ധസമാനമായൊരു സാഹചര്യം സംജാതമാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കുന്നൊരു യോഗത്തിൽ പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ അത് കേവലപരമായിട്ടൊരു മര്യാദ മാത്രമാണ്. അതുപോലും നടത്തിയിട്ടില്ല, 2 യോഗങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ ഏകകണ്ഠേന ആവശ്യപ്പെട്ടു, അടിയന്തരമായിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കണം, അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നുള്ളത്.